Today we are going to learn number 9. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന നമ്പർ ഏതാണ്? 9. ഏതാണ്? 9. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് നമ്പറാ പഠിച്ചത്? 8. ഏതാണ്? 8. 2 സർക്കിൾ ഒട്ടിച്ചിട്ടാൽ എന്താ വായിക്കുക? 8. അപ്പം നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച എല്ലാ നമ്പേഴ്സും ഒന്ന് ഓർഡറിൽ വെച്ച് നോക്കിയാലോ? 1 2 3 4 5 6 7 8. കണ്ടോ, കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ ഇത്രയും നമ്പേഴ്സാണ് പഠിച്ചത്. 1 2 3 4 5 6 7 8. എത്ര നമ്പറാണ് ഇവിടെ ഉള്ളത്? 8 നമ്പർ അല്ലേ? ഇതെത്രയാണ്? ഇത് 9 ആണ് അല്ലേ? ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന നമ്പറാണ് 9. 9 പഠിക്കാനായി ഇന്ന് എന്തെല്ലാമാണ് കൊണ്ടുവന്നതെന്ന് നോക്കിയാലോ? ഇങ്ങോട്ട് നോക്കിക്കേ. വാട്ട് ആർ ദീസ്? ഇവ എന്താണ്? ദീസ് ആർ എഗ്സ്. എന്താണ്? എഗ്സ്. എന്താ എഗ്സ് എന്ന് പറഞ്ഞാല്? മുട്ടകൾ. ഇത് എന്തിന്റെ എഗ്സ് ആണ്? ക്വയില്. എന്തിന്റെ മുട്ടയാണ്? ക്വയില്. എന്താ ക്വയിൽ എന്നാൽ? ഞാൻ കാണിച്ചു തരാം. ദാ നോക്കിക്കോ, ഇതിൻ്റെ ബോക്സിൽ തന്നെയുണ്ട് അതിൻ്റെ ഫോട്ടോ. കണ്ടോ കണ്ടോ കണ്ടോ? ഇതാണ് ക്വയിൽ. ഇതിൻ്റെ മുട്ടയാണ് കേട്ടോ ഈ ബോക്സിലുള്ളത്. കണ്ടോ? ക്വയില് എന്ന് പറഞ്ഞാൽ കാട. എന്താണ്? കാട. ഹൗ മെനി എഗ്സ് ആർ ദേർ? എത്ര എഗ്ഗുകളുണ്ട്? നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കിയാലോ? 1 2 3 4 5 6 7 8 9. How many eggs are there? 9. 9 eggs ഉണ്ട്. What number is this? 9. What number is this? 9. എൻ്റെ കൂടെ കൗണ്ട് ചെയ്യണേ. 1 2 3 4 5 6 7 8 9. How many eggs are there? 9. 1 2 3 4 5 6 7 8 9. How many fingers are there? 9. 9 fingers എടുത്തേ. നിങ്ങളും കൗണ്ട് ചെയ്തിട്ട് എടുത്തേ. 1 2 3 4 5 6 7 8 9. 9 fingers. ഇങ്ങോട്ട് നോക്കിക്കേ. What number is this? ഇത് ഏത് നമ്പറാണ്? ഇത് 6 ആണ് കേട്ടോ. ഏതാണ്? 6. ഈ 6നെ പോലെ ഇല്ലേ ഈ 9ഉം? ഇല്ലേ? പക്ഷേ ഒരു വ്യത്യാസമേ ഉള്ളൂ. എന്താണ് ആ വ്യത്യാസം? 6 അങ്ങോട്ടാണ് തിരിഞ്ഞു നിൽക്കുന്നത്. സി ഇട്ടിട്ട് ഉള്ളിലോട്ട് ഒരു സർക്കിൾ ഇട്ടാൽ 6 ആയി അല്ലേ? കണ്ടോ? സി എന്ന ലെറ്റർ, ഇംഗ്ലീഷിൽ പഠിച്ച സി എന്ന ലെറ്റർ ഇട്ട് ഉള്ളിലോട്ട് ഒരു സർക്കിൾ ഇട്ടാൽ 6 എന്ന നമ്പറായി. അതേസമയം 9 ഇങ്ങോട്ടാണ് തിരിഞ്ഞു നിൽക്കുന്നത് അല്ലേ? എങ്ങോട്ടാണ്? ഇങ്ങോട്ട്. 6 അങ്ങോട്ടാണെങ്കിൽ 9 ഇങ്ങോട്ട്. കണ്ടോ 9 എങ്ങനെ എഴുതുന്നത്? കണ്ടോ? ആദ്യം ഒരു സർക്കിൾ ഇട്ടിട്ട് പിന്നെ താഴോട്ടൊരു വാല് വരച്ചാൽ എന്തായി? 9 എന്ന നമ്പറായി. ഇങ്ങോട്ട് നോക്കിക്കേ. എൻ്റെ കയ്യിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട്. ഹൗ മെനി ഫ്ലവേഴ്സ് ആർ ദേർ? എത്ര ഫ്ലവറുകളുണ്ട്? നമുക്ക് നോക്കിയാലോ? 1 2 3 4 5 6 7 8
9. How many flowers are there? 9 flowers. What number is this? 9. ഈ 9 ഇവിടെ വെക്കാനേ ഇത് വലുതാണ്. അപ്പം നമുക്ക് ഒരു കുഞ്ഞി 9 വെക്കാം കേട്ടോ. What number is this? 9. What number is this? 9. 1, 2, 3, 4, 5, 6, 7, 8, 9. How many orange flowers are there? എത്ര ഓറഞ്ച് ഫ്ലവറുകളുണ്ട്? 1, 2, 3. How many green flowers are there? എത്ര ഗ്രീൻ ഫ്ലവറുകളുണ്ട്? 1, 2, 3. How many black flowers are there? എത്ര ബ്ലാക്ക് ഫ്ലവറുകളുണ്ട്? 1, 2, 3. 3 ബ്ലാക്ക് ഫ്ലവറുകളും 3 ഓറഞ്ച് ഫ്ലവറുകളും 3 ഗ്രീൻ ഫ്ലവറുകളും ചേർന്നാൽ 9. എത്രയാണ്? 9. അപ്പോൾ ഞാൻ ഈ ഫ്ലവേഴ്സ് ഒക്കെ എടുക്കാൻ പോവാണ്. എൻ്റെ കൂടെ കൗണ്ട് ചെയ്യണം കേട്ടോ നിങ്ങളും. 1, 2, 3, 4, 5, 6, 7, 8, 9. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഞാൻ ഇവിടെ കുറച്ച് ലെറ്റേഴ്സ് വെക്കാൻ പോവുകയാണ് കേട്ടോ. എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ. ഏതൊക്കെ ലെറ്റേഴ്സ് ആണിത്? എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ. ഹൗ മെനി ലെറ്റേഴ്സ് ആർ ദർ? എത്ര ലെറ്ററുകളുണ്ട് ഇവിടെ? 1, 2, 3, 4, 5, 6, 7, 8, 9. ഐ വരെ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 9. എത്ര ലെറ്റേഴ്സ് ആണ്? 9. What number is this? 9. What number is this? 9. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, നമ്പർ നെയിമിൽ 9 എന്ന് എങ്ങനെ എഴുതുക? NINE 9. കണ്ടോ, ഇതുപോലെയാണ് കേട്ടോ. NINE 9. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഞാൻ ഇവിടെ കുറച്ച് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 9 നമുക്ക് തിരഞ്ഞെടുത്താലോ? Is this number 9? Yes, this is number 9. ഇത് നമ്പർ 9 ആണ്. അത് നമുക്ക് ഇവിടെ വെക്കാം. Is this number 9? ഇത് നമ്പർ 9 ആണോ? No, this is number 4. Is this number 9? ഇത് നമ്പർ 9 ആണോ? 9നെ പോലൊക്കെ തോന്നും, പക്ഷെ നമ്പർ 9 ആണോ? അല്ല. ഇതിലെ ഈ നമ്പർ 6 ആണ്. ഇത് അങ്ങോട്ട് തിരിഞ്ഞു നിന്നാലേ 6. അതേസമയം 9 ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കണം അല്ലേ, എന്നാലാണ് 9 ആവുള്ളൂ. ഇതപ്പോൾ 6 ആണ്. Is this number 9? ഇത് നമ്പർ 9 ആണോ? No, this is number 1. Is this number 9? Yes, this is number 9. Is this number 9? No, this is number 5. Is this number 9? No, this is number 8. ഇത് 8 എന്ന നമ്പർ ആണല്ലേ. Is this number 9? Yes, this is number 9. എത്ര 9 എന്ന നമ്പർ ഉണ്ട് ഇവിടെ? 1, 2, 3. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, 9 എങ്ങനെ എഴുതുന്നത്? നമ്മൾ ഇംഗ്ലീഷിൽ സി എന്ന ലെറ്റർ പഠിച്ചില്ലേ? ആ സി എന്ന ലെറ്റർ എഴുതി മുകളിലോട്ട് പോയി താഴോട്ടൊരു വരയിട്ടാൽ 9 എന്ന നമ്പറായി. എങ്ങനെയാണ്? സി ഇടുക, മുകളിലോട്ട് പോയി താഴോട്ടൊരു വര വരച്ചാൽ 9 എന്ന നമ്പറായി. എങ്ങനെയാണ്? സി എന്ന നമ്പർ ഇട്ട്
മുകളിലോട്ട് പോയി താഴോട്ട് വന്നാൽ 9 എന്ന നമ്പറായി. സി എന്ന നമ്പർ എഴുതി മുകളിലോട്ട് പോയി താഴോട്ട് വന്നാൽ 9 എന്ന നമ്പറായി. എങ്ങനെയാണ്? സി എന്ന ലെറ്റർ ഇടുക, മുകളിലോട്ട് മുട്ടിച്ച് താഴോട്ട് വരച്ചാൽ 9 എന്ന നമ്പറായി. സി എന്ന ലെറ്റർ എഴുതുക, മുകളിലോട്ട് മുട്ടിച്ച് താഴോട്ട് വന്നാൽ 9 എന്ന നമ്പറായി. എങ്ങനെയാണ്? സി എന്ന ലെറ്റർ എഴുതുക, മുകളിലോട്ട് മുട്ടിച്ച് താഴോട്ട് വന്നാൽ 9 എന്ന നമ്പറായിട്ടോ. എങ്ങനെയാണ്? സി എന്ന ലെറ്റർ എഴുതുക, മുകളിലോട്ട് മുട്ടിച്ച് താഴോട്ട് വന്നാൽ 9 എന്ന നമ്പറായി. അപ്പോൾ എല്ലാവരും എഴുതി പഠിക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ വേറൊരു നമ്പറുമായിട്ട് വരാം. അതുവരെ ടാറ്റാ.